റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറിൻ്റെ കൂടെ സ്പെഷ്യൽ ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം 400-ൽ കൂടുതൽ ഒഴിവുകൾ നമ്മുടെ SIക്ക് വേണ്ടി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എനിവേ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. മാക്സിമം നിങ്ങൾ ഡിഫൻസ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ PSC റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, അതിലേക്കെല്ലാം മാക്സിമം ഷെയർ ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ RPFൻ്റെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ SI സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് നമ്മൾ കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷനെ കുറിച്ച് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കുന്നതിന് മുൻപാകം നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക. വീഡിയോ ലെങ്ത് ആണ്, കാരണം അതിൽ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. സാധാരണ നമ്മൾ മാക്സിമം 3 മിനിറ്റിൽ തീർത്തുന്നതാണ്. പക്ഷേ ഈ കോൺസ്റ്റബിളിൻ്റെ വീഡിയോ നമ്മുടെ RPF കുറേ നാളുകൾക്ക്, അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്ലാരിറ്റിയോടുകൂടി, അതായത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. വീഡിയോ ലിങ്ക് താഴെയുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ RPFൻ്റെ 01/2024 ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് SIൻ്റെ 02/2024 ആണ് നമ്മുടെ കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മുടെ മിനിസ്ട്രി, നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള RRB ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ഇൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലും കൂടി ഇതിൽ വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. രണ്ടിലും കൂടിയാണ് വേക്കൻസി ഇതിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ SI റാങ്കിൻ്റെ അടുത്ത് തന്നെ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കഴിഞ്ഞ തവണ കോൺസ്റ്റബിളിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലും റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ ഇന്ന് മുതൽ തുടങ്ങി. 15/4/2024 മുതൽ അപേക്ഷ തുടങ്ങി. ഏകദേശം 14/5/2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് 14/5/2024. എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയാൽ 15/5/2024 മുതൽ 24/5/2024 വരെ നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആക്കി തരും. അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. പക്ഷേ അന്നേരം ഫീസ് അടക്കണം. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. സബ് ഇൻസ്പെക്ടറാണ് തസ്തിക. ലെവൽ 6 ആണ് പേ സ്കെയിൽ. ഏകദേശം 35,400 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ശമ്പളം. ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് പറയുന്നത്. സാധാരണ 25 വയസ്സ് വരെയാണ്. പക്ഷേ 3 വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുന്നത് ഈ കോവിഡിൻ്റെയൊക്കെ ഇഷ്യൂ വന്നതുകൊണ്ട് 3 വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട്. ഏകദേശം 452 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 452 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവസാന വർഷ ഉദ്യോഗാർത്ഥികൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ അല്ല. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരോ അങ്ങനെയുള്ളവരൊന്നും ഇതിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഡിഗ്രി കംപ്ലീറ്റ് ആയവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം SI തസ്തികയാണ്, ഡിഗ്രി മാൻഡേറ്ററി ആണ്, ഡിഗ്രി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു. SI തസ്തികയിലേക്ക് നോർമലി 20 to 25 ആണെങ്കിലും ഈ തവണ 20 to 28 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ SC STക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഈ 28 ഏജിൽ നിന്ന് നൽകപ്പെടും. OBCക്ക് 3 വർഷത്തെ റിലാക്സേഷനും ഇവിടെ നിന്ന് നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഏജ് പറഞ്ഞുതരാം. 20 to 28 വയസ്സ് വരെ നമ്മൾ പറഞ്ഞു. പക്ഷേ ജനറൽ EWS ഒക്കെ അപേക്ഷിക്കുന്ന സമയത്ത് 2/7/1996 അതുപോലെ തന്നെ 1/7/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആകുമ്പോൾ 2/7/1993 1/7/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC ST ആകുന്ന സമയത്ത് 2/7/1991 പിന്നെ ഈ ഒരു 1/7/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഓരോരോ വിഭാഗത്തിനുള്ള കൃത്യമായിട്ടുള്ള ഏജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് മിനിമം ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് വരുന്നുണ്ട് 500 രൂപ. എല്ലാവരും OBC, ജനറൽ, അതുപോലെ EWS വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാരെല്ലാവരും തന്നെ 500 രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ അപേക്ഷാ ഫീസ് അടച്ച് CBT
CBT പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 500 രൂപയിൽ നിന്ന് 400 രൂപ തിരിച്ചു കയറും. 100 രൂപ മാത്രമേ പിടിക്കത്തുള്ളൂ. ആദ്യഘട്ട പരീക്ഷ എഴുതിയാൽ മതി, കുറച്ച് ദിവസം 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ പേയ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കുക. ആ ഒരു അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി SC ST ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ അപേക്ഷിക്കുന്ന സമയത്ത്, അതായത് EBC ഒക്കെ അപേക്ഷിക്കുന്ന സമയത്ത് 250 രൂപയാണ് അവരിൽ നിന്ന് ഈടാക്കുന്നത്. 250 രൂപ അവർ അടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു CBT എഴുതുന്ന സമയത്ത്, ആദ്യഘട്ട പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ മുഴുവൻ തുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കയറുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിനെ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ട രേഖകളെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് വേണം. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇതൊക്കെ അത്യാവശ്യമാണ് അപേക്ഷിക്കാൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ റിസർവേഷനുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ അത്യാവശ്യമായിട്ടുള്ള രേഖകളൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ കയ്യിൽ അവരുടെ പക്കൽ ആവശ്യമായിട്ടുണ്ട്. അതായത് SC ST ആണെന്ന് തെളിയിക്കുന്ന, പിന്നെ OBC നോൺ ക്രിമിലെയർ, ഇതൊക്കെ നിങ്ങൾ കയ്യിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് പിന്നെ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യമായിരിക്കാം ഇതിൻ്റെ എക്സാമിനേഷനും അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. അതിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെൻറ്റ്, അത് നമ്മൾ മുന്നോട്ട് പറയുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സെലക്ഷൻ നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. 90 മിനിറ്റിലാണ് എക്സാം നടക്കുക. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 120 മാർക്ക്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് നൽകപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതിന് യാതൊരു മാർക്ക് കിട്ടുകയുമില്ല, യാതൊരു മാർക്ക് പോകുകയുമില്ല. പക്ഷേ 3 എണ്ണം നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് പോകും. ഇപ്പോൾ നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ ശരിയാക്കി വീണ്ടും നിങ്ങളൊരു 3 എണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 പോയിട്ട് നിങ്ങൾക്ക് 9 മാർക്കായിരിക്കും ഉണ്ടാവുക. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷന് വരുന്ന സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് 9ാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ പറയുന്നുണ്ട് അരിത്തമെറ്റിക്, അതായത് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 35 മാർക്കിനാണ് വരുന്നത്. അവിടെ നമ്പർ സിസ്റ്റം, ഹോൾ നമ്പർ, ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്കിന് വെച്ചിട്ടാണ് ഇത് രണ്ടും നടക്കുന്നത്. അങ്ങനെ 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് എന്നും റീസണിംഗ് എന്നുമായിട്ട് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും, അതായത് ജനറൽ ഇൻ്റലിജൻസിന് ഏതൊക്കെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജനറൽ അവയർനെസ്സിന് നല്ല വെയിറ്റേജ് ഇട്ടിട്ട് 50 മാർക്കിൻ്റെ ഇതാണ് ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാമിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലിലാണ് പോകുന്നത്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1600 മീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ ഓടി തീർത്തണം. പിന്നെ ലോങ് ജമ്പ് ഉണ്ട് 12 ഫീറ്റ്, അതുപോലെ തന്നെ ഹൈ ജമ്പ് ഉണ്ട് പിന്നെ 3 ഫീറ്റ് 9 ഇഞ്ച്. ഇനി വനിതകളുടെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് 800 മീറ്റർ ഓട്ടം ഏകദേശം 4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം. പിന്നെ ലോങ് ജമ്പ് ഉണ്ട് 9 ഫീറ്റ്, ഹൈ ജമ്പ് ഉണ്ട് 3 ഫീറ്റ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഹൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപേക്ഷിക്കുന്ന ജനറൽ EWS OBC ഉദ്യോഗാർത്ഥികളായിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഹൈറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാർക്ക് 165 സെൻറ്റിമീറ്റർ വേണം, വനിതകൾക്ക് 157 സെൻറ്റിമീറ്റർ ഉയരം വേണം. പുരുഷന്മാരുടെ കാര്യം മാത്രമാണ് ചെസ്റ്റ് പറയുന്നത്. 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 ആക്കാൻ സാധിച്ചിരിക്കണം. അതുപോലെ തന്നെ SC ST ഉദ്യോഗാർത്ഥികളെ അപേക്ഷിക്കുമ്പോൾ പുരുഷന്മാർക്ക് 160 സെൻറ്റിമീറ്റർ ഉയരം വേണം, വനിതകൾക്ക് 152 സെൻറ്റിമീറ്റർ ഉയരം മതി. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം 76.2 സെൻറ്റിമീറ്റർ ആണ് പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 81.2 സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഈ 1600 മീറ്റർ അതുപോലെ തന്നെ 800 മീറ്റർ റേസ് ഒക്കെ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ റേസ് ഇല്ലേ, അപ്പോൾ അതിനൊക്കെ ഒറ്റ ചാൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പക്ഷേ ഈ ലോങ് ജമ്പ്, ഹൈ ജമ്പ് തുടങ്ങിയ ഇവൻസിന് 2 ചാൻസ് ലഭിക്കും. അപ്പോൾ ആ ഒരു 2 ചാൻസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പാസ്സാവുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തി അത് പിന്നീട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലായത്, സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് മനസ്സിലായി. അപ്പോൾ അത് തിരുത്താനായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഡേറ്റ് തരും. ആ ഒരു ഡേറ്റിൽ നിങ്ങളത് തിരുത്തുകയാണെങ്കിൽ 250ഓളം രൂപ നിങ്ങൾ അതിനൊരു ഫീസായിട്ട് കൊടുക്കണം.
എന്നിട്ടേ നിങ്ങൾക്കത് തിരുത്താൻ പറ്റൂ. സോ തെറ്റ് വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിൻ്റെ വേക്കൻസിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. വേക്കൻസി എങ്ങനെയാണ് ഒഴിച്ചിട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കാം. അതിന് മുൻപായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞു സബ് ഇൻസ്പെക്ടറിൻ്റെ ഡീറ്റെയിൽസ് 35,400 രൂപ തുടക്ക ശമ്പളമുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു ഡിഗ്രി, അംഗീകാരമുള്ള ഒരു സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഡിഗ്രി മതി. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വേക്കൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ജനറൽ വിഭാഗത്ത് പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ജനറലിന് 157, എസ് സിക്ക് 57, എസ് ടിക്ക് 28, ഒ ബി സിക്ക് 104, ഇ ഡബ്ല്യു എസിന് 38, ടോട്ടൽ 384 ഒഴിവുകൾ പുരുഷന്മാർക്ക് വന്നിട്ടുണ്ട്. ഇനി വനിതകളുടെ നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് 28, എസ് സി വിഭാഗത്തിന് 10, എസ് ടി വിഭാഗത്തിന് 5, ഒ ബി സിക്ക് 18, അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസിന് 7, അതുപോലെ ടോട്ടൽ 68 ഒഴിവുകളാണ് നമ്മുടെ വനിതകൾക്കായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒഴിവിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ ഈ ഒരു ഡിഫൻസ് ജോബ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോലീസ് ജോബൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ടാകും. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിലേക്കെല്ലാം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പഴയതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.